ഹൃദയമൊഴികൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും ഒരിക്കലൂടെ നിങ്ങൾക്ക് സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ചില നാളുകളായി തുടരുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ വീണ്ടും ഒരിക്കലൂടെ നിങ്ങളിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരുക്കിയ വിലപ്പെട്ട സമയത്തിന് ദൈവത്തെ സ്തുതിക്കുന്നു. ശബ്ദവീചികളിലൂടെ എന്നെ ശ്രവിക്കുന്ന ഏവർക്കും സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. അപ്രതീക്ഷിത നേരങ്ങളിൽ വീശിയടിക്കുന്ന ചുഴലിക്കൊടുങ്കാറ്റ് പോലെ ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ ഇരമ്പി വരാൻ സാധ്യതയുണ്ട്. അത് വലിയവനെന്നോ ചെറിയവനെന്നോ വ്യത്യാസമില്ല, പ്രഭു കുടുംബമെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല. ന്യായാസനത്തിലിരിക്കുന്ന ന്യായാധിപനായാലും തങ്കക്കിരീടം തലയിൽ ചാർത്തിയ രാജാവായാലും ഇനി മുടിചൂടാൻ മന്നന്മാരായാലും വ്യത്യാസമില്ലതിന്. രോഗങ്ങൾക്ക് ചികിത്സാവിധി നടത്തുന്ന ഡോക്ടറായാലും അവരുടെ ജീവിതത്തിലും പ്രതികൂലങ്ങൾ വരാം. ഒരിക്കൽ അമേരിക്കയിൽ ഒരു കുലീന കുടുംബത്തിൻ്റെ സ്വസ്ഥത കെടുത്തിയ ഒരു സംഭവം ഉണ്ടായി. ഒരു കാർ ആക്സിഡൻറ്റിൽ അവരുടെ ഇളയ കുട്ടിയുടെ കാൽ തകർന്നുപോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ വിധിയെഴുതി ആ കുട്ടിയുടെ കാൽ മുറിച്ച് മാറ്റിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകും. കർത്താവ് യേശു ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന കുടുംബത്തിലെ ആ കുട്ടി തൻ്റെ മാതാപിതാക്കളോടും മൂത്ത സഹോദരങ്ങളോടും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടു. അന്ന് രാത്രി മുഴുവനും അവർ ഉറക്കമൊഴിഞ്ഞ് അവൻ്റെ ബെഡിന് ചുറ്റുമിരുന്ന് ഏക മനസ്സോടും നുറുങ്ങിയ ഹൃദയത്തോടും കൂടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. രാവിലെ ഡോക്ടർമാർ അവനെ സന്ദർശിക്കുവാൻ വന്നപ്പോൾ അവനെ ചുറ്റും മുട്ടിന്മേൽ നിന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന കുടുംബത്തെയും അവരുടെ നടുവിൽ കൈകൂപ്പി ബെഡിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടിയെയുമാണ് കണ്ടത്. ഇത് കണ്ട ദൈവവിശ്വാസികളെ ഡോക്ടർമാർ പറഞ്ഞു, പ്രാർത്ഥനയ്ക്ക് അസാധ്യമായതൊന്നുമില്ല. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ശേഷം ആ കുട്ടിയിൽ വലിയ മാറ്റങ്ങൾ പ്രകടമാകുവാൻ തുടങ്ങി. അവൻ്റെ കാൽ മുറിച്ച് കളയേണ്ടി വന്നില്ല. കാലഘട്ടങ്ങൾ കഴിഞ്ഞു, ആ കുട്ടി വളർന്നു, അമേരിക്കയുടെ പ്രസിഡൻ്റായി. അത് മറ്റാരുമല്ല, ഐസൻഹോവർ എന്ന് പറയുന്ന മഹൽ വ്യക്തിയാണ്. അദ്ദേഹമാണ് അമേരിക്കൻ കറൻസി ഇൻ ഗോഡ് വി ട്രസ്റ്റ് എന്ന് രേഖപ്പെടുത്തുവാൻ മുതിർന്ന വ്യക്തിയതാണ്. തൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ കരം കണ്ടവന് മറ്റെന്താ പറയാനുള്ളത്? ദൈവത്തിനുള്ള ആശ്രയമല്ലാതെ മറ്റൊന്നും ആ മനുഷ്യൻ്റെ ചിന്തയിൽ പോലുമില്ല. സ്നേഹിതരെ, വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയുടെ ശക്തി അനന്തവും അവർണ്ണനീയവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും സകലവും എന്നേക്കുമായി കൈവിട്ട് പോയെന്നും ഇനിയൊരു മടങ്ങി വരവില്ലെന്നും ഇനിയൊരു ഉയർപ്പ് ജീവിതത്തിൽ ഉണ്ടാകില്ലെന്നും നനച്ച് നിരാശിതരായവരും ജീവിതം അവസാനിപ്പിച്ചവരും ധാരാളമുണ്ട്. എന്നാൽ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ജീവിക്കുന്ന വിശ്വാസത്തോടെ പ്രശ്നപരിഹാരകനായി യേശുവിനോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ അറ്റുപോയെന്ന് കരുതിയ ചില വിഷയങ്ങളിൽ, പരിഹാരമില്ലെന്നും വിടുതലില്ലെന്നും പറഞ്ഞ ചില വിഷയങ്ങളുമേൽ അദൃശ്യമായ സൃഷ്ടാവിൻ്റെ കരം ചലിക്കുന്നത് കാണാൻ കഴിയും. തകർന്നുടഞ്ഞതിനെയും ഇനിയും ചലിക്കില്ലെന്നും പ്രയോജനപ്പെടില്ലെന്നും നനച്ച വിഷയങ്ങളെ ചലിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. മുറിച്ചു മാറ്റണമെന്ന് പറഞ്ഞ അതേ കാലുകൾ കൊണ്ട് ഐസൻഹോവർ അമേരിക്കയുടെ പരമോന്നത പീഠത്തിലേക്ക് നടന്ന് കയറിയതിൻ്റെ പിന്നിൽ ശക്തമായൊരു പ്രാർത്ഥനയുണ്ടായിരുന്നു. അവരുടെ മുൻപിൽ പ്രാർത്ഥിക്കുമ്പോൾ അവൻ പ്രസിഡൻ്റ് അല്ല, അങ്ങനെ ഒരു ചിന്ത പോലും അവരുടെ മനസ്സിലില്ല. എന്നാൽ പ്രാർത്ഥന കേട്ട ദൈവത്തിൻ്റെ പദ്ധതി, പ്രാർത്ഥിക്കുന്നവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, മുറിച്ച് കളയുമെന്ന് പറഞ്ഞ അതേ കാലുകൾ കൊണ്ട് ഉയരങ്ങളുടെ പടവുകൾ ചവിട്ടിക്കയറാൻ ദൈവം അവനെ ശക്തനാക്കിയെങ്കിൽ, ദൈവപൈതലേ, നിന്റെ തകർന്ന കാലുകൾ കൊണ്ടല്ല, സൃഷ്ടാവിൻ്റെ സ്പർശനമേറ്റ കരങ്ങൾ കൊണ്ട് തന്നെ നീ കുതിച്ചുയരും. നിന്റെ കാല് ബലഹീനമായാലും, നിന്റെ ശരീരം ബലഹീനമായാലും, നിന്റെ മനസ്സ് തളർന്നു പോയാലും ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ മനസ്സ് വെച്ചാൽ സർവകൃപാലുവായ ദൈവം നിന്റെ കരം പിടിച്ചുയർത്തുവാൻ ശക്തിയുള്ള ദൈവമാണ്. ഇന്നുള്ള പ്രതികൂലങ്ങൾ കണ്ട്, ഇന്നുള്ള പ്രശ്നങ്ങൾ കണ്ട്, ഇന്നുള്ള പ്രതിബന്ധങ്ങൾ കണ്ട് തളർന്നു പോകണ്ട. ശക്തമായി ദൈവത്തെ പ്രാർത്ഥിക്കൂ. നിന്റെ മുൻപിൽ സർവശക്തൻ കരം പിടിച്ചുയർത്തി നിന്നെ ഏത് ഉയർച്ചയിലേക്ക്, ഏത് പരമോന്നതമായ അവസ്ഥയിലേക്ക് ഉയർത്തുവാണെന്ന് നീയല്ല തീരുമാനിക്കുന്നത്. നീ ആരോട് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥന കേട്ടവൻ നിന്റെ കരം പിടിച്ച് എത്തേണ്ടിടത്തെത്തിച്ച് മാനിച്ചുയർത്താൻ വിശ്വസ്തനാണ്. ആകയാൽ പ്രാർത്ഥനയോടെ മുന്നേറൂ. സർവശക്തനായ ദൈവം നിങ്ങളെവരെയും ഈ വചനത്തിലൂടെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ പുത്രൻ്റെ നാമത്തിൽ നിന്റെ മക്കൾക്ക് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഈ വചനം കേട്ട എല്ലാവരെയും ഇവിടെ പ്രതിസന്ധിയിൽ നിന്ന്, പ്രതികൂലത്തിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിച്ച് കരം പിടിച്ചുയർത്തേണ്ടടുത്ത് എത്തിപ്പാൻ ശക്തനാകയാൽ അവരുടെ കരങ്ങളിൽ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. എല്ലാവർക്കും സ്നേഹവും വന്ദനവും നന്ദിയും ഒരിക്കലൂടെ.